ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ രണ്ടുപേരും ഇങ്ങനെ കടന്നു പോകുമ്പോ ഒരു സ്ഥലത്തെത്തുമ്പോ വല്ലാത്തവര് സുഗന്ധമടിക്കുകയാ, വല്ലാത്തവര് സുഗന്ധമടിക്കുകയാണ്. അള്ളാന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീല് ഒരു വല്ലാത്ത സുഗന്ധമടിക്കുന്നല്ലോ, എവിടെ നിന്നാ ജിബ്രീൽ? യാ റസൂലല്ലാഹ്, അത് സ്വർഗത്തിന്റെ പരിമളമാണ്, അത് സ്വർഗത്തിന്റെ പരിമളമാണ്. എവിടെ നിന്ന് ചോദിക്കുമ്പോ ഒരു കബറ് കാണിച്ചു കൊടുക്കുകയാണ്, ഒരു കബറ് കാണിച്ചു കൊടുക്കുകയാ. യാ റസൂലല്ലാഹ്, ആ കാണുന്ന കബറിനകത്ത് നിന്നാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന, ജിബ്രീല് ഏത് പ്രവാചകന്റെ കബറോ, ഏത് പ്രവാചകന്റെ കബറോ? അത് പ്രവാചകന്മാരുടെ കബറല്ല നബിയേ, ഒരു പെണ്ണിന്റെയും 3 മക്കളുടെയും കബറാ നബിയേ. ഒരു വേലക്കാരിയായ ഒരടിമ പെണ്ണിന്റെയും 3 മക്കളുടെയും കബറാണ്. അതിനകത്ത് നിന്ന് ഖിയാമത്ത് നാൾ വരെ സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാ, അള്ളാന്റെ റസൂലിന് അത്ഭുതമാവുകയാ. ബുറാഖും നടിപ്പിക്കുമോ ജിബ്രീൽ? ആ കബറിന്റെ ചാരത്തേക്കൊന്ന് പോകുമോ ജിബ്രീൽ? അള്ളാഹുവിന്റെ പ്രവാചകർ അവിടെന്ന് ചോദിക്കുന്നു, ജിബ്രീല് ഈ ഉമ്മയും മക്കളും ആരാ ജിബ്രീൽ? അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, മാഷിദ ബീവിയുടെയും മക്കളുടെയും കബറാ നബിയേ. അള്ളാന്റെ റസൂല് ചോദിച്ചു, ആരാ ബാസിത? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാ നബിയേ. ആ പെണ്ണിനെ പ്രതിഫലം കിട്ടാറുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ സ്നേഹനിധികളായ ഓരോ പെണ്ണുങ്ങളും പാറയിൽ തറച്ചു വെച്ചതുപോലെ ഈ ചരിത്രം നിന്റെ ഹൃദയത്തിൽ എഴുതി ചേർത്തോ. അള്ളാന്റെ റസൂലിനോട് പറയുന്ന, യാ റസൂലല്ലാഹ്, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച പെണ്ണോ, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയോ, ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാണ്. ഒരു ദിവസം മൂസാ നബി പറഞ്ഞു കൊടുത്തു, മാസിത്ത എന്ത് നല്ല കാര്യം ചെയ്യാ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാന്റെ പേര് പറഞ്ഞിട്ട് തുടങ്ങാവൂ. ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് പ്രിയപ്പെട്ട പൊന്നുമോളുടെ മുടി ചെയ്യുക, ഫിർഔനിന്റെ മകളുടെ മുടി ചെയ്യുക, ഒരു പുതിയ ചീപ്പെടുക്കുകയാ. ആ സമയത്താണ് മൂസാ നബി പറഞ്ഞു കൊടുത്ത ഓർമ്മ വരുന്നത്. ചീപ്പെടുക്കുന്ന സമയത്ത് കയ്യിലെ ചീപ്പം വെച്ചുകൊണ്ട് മാഷിദ ബീവി പറഞ്ഞു, അല്ലാഹുവേ, ഫിർഔനിന്റെ മകള് കേൾക്കുകയാ. പിന്നെ പറയേണ്ട താമസമില്ലല്ലോ, വാപ്പയുടെ ചെവിയിലെത്തുകയാണ്. ഫിർഔനിന്റെ ചെവിയിലെത്തി. കൊട്ടാരത്തിലെ വേലക്കാരി മുസ്ലിമായെന്ന് വെളിയിലെറിഞ്ഞോ, അതിനേക്കാളും നാണക്കേടില്ലല്ലോ, അതിനേക്കാളും നാണക്കേടില്ലല്ലോ. മാഷിദ ബീവി അടുത്ത് വിളിച്ചിട്ട് ഫിർഔൻ ഒരുപാട് ഉപദേശിച്ചു, തിരിച്ചു വരാൻ പറഞ്ഞു. എന്ത് പറഞ്ഞിട്ടും മാഷിദ ബീവി മടങ്ങി വരുന്നില്ല. അവസാനം നാട്ടുകാരറിഞ്ഞു തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി, ആൾക്കാര് പരിഹസിക്കാൻ തുടങ്ങി. ഫിർഔന് കൊട്ടാരത്തിലെ യോഗം വിളിച്ചു, എല്ലാ മന്ത്രിമാരെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് ഈ ചർച്ചയിട്ട് ഈ വിഷയം ചർച്ചക്കിടുകയാ. അവസാന ബൈക്ക് കണ്ടേന യോഗം ഒരു തീരുമാനമെടുത്തു, ഇവിടെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം, എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലൊരു ശിക്ഷ കൊടുക്കണം. അല്ലാഹുവേ, ചെയ്തതെന്തെന്നറിയുമോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ, ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്. എന്നിട്ട് മാഷിദ ബീവി റളിയല്ലാഹു തആല തിളച്ചു പറയുന്ന എണ്ണ ചട്ടിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടു. ശത്രുക്കൾ ചോദിച്ചു, മാഷിദ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞിട്ട് വരുവോ, അല്ലാഹുവിനെ വലിച്ചെറിഞ്ഞിട്ട് വരുവോ? മാഷിദ ബീവി പറഞ്ഞു, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മടങ്ങി വരൂല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്ത് ചെയ്താലും എന്നെ
നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. തിളച്ചു പറയുന്ന എണ്ണ കാടിച്ചിട്ട് ശത്രുക്കളെ പറഞ്ഞു മാസിത്ത, ഇത് നിനക്കുള്ളതല്ല മാസിത്ത. 7 വയസ്സുള്ള പൊന്നുമോളെ വലിച്ചടച്ചു കൊണ്ട് വരികയാണ്. നൊന്ത് പ്രസവിച്ച പൊന്നുമോള് 7 വയസ്സുള്ള പൊന്നുമോളെ തിളച്ചു പറയുന്ന എണ്ണയുടെ മുകളിൽ കൊണ്ടുവന്ന് കൊട്ടി നിർത്തിയിട്ട് ശത്രുക്കള് ചോദിക്കുന്നു, മാസിത്ത അള്ളാനെ വലിച്ചെറിയുവോ, ഇസ്ലാമിനെ വലിച്ചെറിയുവോ, എന്നിട്ട് പഴയ മതത്തിലേക്ക് തിരിച്ചു വന്നു, ഇല്ലെങ്കിൽ നിന്റെ പൊന്നുമോളെ ഈ എണ്ണയ്ക്കകത്തിട്ട് കരിക്കുമെന്ന് പറയുമ്പോ മാസിത്താവി 7 വയസ്സുള്ള പൊന്നുമോളെ കെട്ടിപ്പിടിച്ച് ചുടിചുംബനം കൊടുത്തിട്ട് അവിടന്ന് പറഞ്ഞു കൊടുത്തു, മോള് എന്റെ പൊന്നുമോള് കരയല്ലേ, എന്റെ പൊന്നുമോള് കരയില്ലേ, നമ്മള് സ്വർഗത്തിലാ മോള്, നമ്മളല്ലാരെ കൊണ്ട് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളാ, എന്റെ പൊന്നുമോള് കരയല്ലേ, നമുക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം. തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് ചുടിചുംബനം കൊടുത്തിട്ട് ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകുകയാ. കണ്ണിന്റെ മുന്നിൽ കിടന്ന് പൊന്നാര മകളെ കരിയുകയാ. മരണപ്രാളത്തിൽ ശരീരം നമ്പത്ത് തീ കുണ്ടാരത്തിനകത്ത് എന്നിട്ട് വിളിച്ചു കൂവുകയാ. മാസിത്ത ബീവിയുടെ കണ്ണ് നിറഞ്ഞില്ല. അല്ലാഹുവേ ചിരിച്ചുകൊണ്ടിരുന്നു. പൊന്നുമോള് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോകുന്നത് അല്ലാഹുവേ കണ്ടുകൊണ്ട് നിൽക്കുകയാ. രണ്ടാമത്തെ മകളെയും കൊണ്ടുവന്നു. ഇതുപോലെ തികട്ട് ചോദിച്ച മാറ്റമുണ്ടോ മാസിത്ത? പെണ്ണെ, സീരിയലിന്റെ കഥയല്ല, ഏതെങ്കിലും ഒരു വൃത്തികെട്ട എഴുതി വെച്ച സാങ്കല്പിക കഥയല്ല. അല്ലാഹുവിന്റെ പ്രവാചകരോട് മേരാജിന്റെ രാത്രിയിൽ മുഖറബിൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്ത ചരിത്രമാ. രണ്ടാമത്തെ കുഞ്ഞിനെയും എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ. മാസിത്ത ബീവി പതറിയില്ല, മാസിത്ത ബീവി പതറിയില്ല. അല്ലാഹുവേ മൂന്നാമത് കൊണ്ടുവന്നതാരെയെന്നറിയുവോ? സുബ്ഹാനല്ലാഹ്, 7 മാസം പ്രായമുള്ള കുഞ്ഞിനെയാ. എന്റെ മൂന്നാമത്തെ പൊന്നുമോ, ചോരയുടെ മണം മാറാത്ത പൊന്നുമോ, പാല് കൊടുത്ത് കൊതിരീരാത്ത പൊന്നുമോ, 7 മാസം പ്രായമുള്ള പൊന്നുമോ, ആ ചോര കുഞ്ഞിനെ കൊണ്ടുവന്ന് തിരിച്ചു കളിക്കുന്ന തീയുടെ മുകളിൽ ഇങ്ങനെ നിർത്തിയിട്ട് ശത്രുക്കള് ചോദിച്ചു, മാസിത്ത നോക്ക് മാസിത്ത, നിന്റെ പൊന്നുമോനെ ഒന്ന് നോക്ക് മാസിത്ത, ഇവനെയും നീ കൊന്നുകളയടോ, ഇവനെയും നീ കൊന്നുകളയടോ. മാസിത്ത ബീവി പതറുകയാ. കാരണം പൊന്നാര മകനല്ലേ, പ്രസവിച്ചിട്ട് 7 മാസമേ ആയുള്ളൂ. കണ്ടു കൊതിരീരാത്ത പൊന്നുമോ. അല്ലാഹുവേ, മാസിത്ത ബീവി നിന്ന് കരയുകയാണ്. പൊന്നുമോന്റെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവേ നിന്ന് കരയുകയാണ്. എല്ലാരും വിചാരിച്ചു മാസിത്ത ബീവി തോറ്റുപോയെന്ന്. ചുറ്റുഭാഗത്ത് നിന്നിട്ട് ശത്രുക്കളെ കളിയാക്കുകയാ. പാല് കുടിക്കുന്ന 7 മാസം പ്രായമുള്ള പൊന്നുമോ നോക്കുമ്പോ ഉമ്മ മാത്രം നിന്ന് കരയുകയാ. എല്ലാരും തന്റെ പെറ്റുമ്മാനെ കളിയാക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ആ ചിരിച്ചവരെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തിളച്ചു പറയുന്ന എണ്ണയുടെ മുകളിൽ നിന്നുകൊണ്ട് ആ പാല് കുടിക്കുന്ന പൊന്നുമോ കരയുന്ന ഉമ്മാനെ നോക്കിയിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, ആ ഉമ്മ ഇക്തഹമീ. അല്ലാഹുവേ, പൊട്ടിക്കരന്നുകൊണ്ടിരുന്ന ഉമ്മയെ വിളിക്കുകയാ. 7 മാസം പ്രായമുള്ള, സംസാരിക്കാൻ പ്രായമാകാത്ത ആ പൊന്നുമോനെ വിടന്ന് സംസാരിക്കുന്ന ഉമ്മ കരയല്ലേ. ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണുമ്മ, നമ്മളൊക്കെ അള്ളാനെ കൊണ്ട് വിശ്വസിക്കുന്നവരാ. ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ. നമ്മള് സ്വർഗത്തിലാവുമ്മ. ഒന്ന് യാത്രയാക്കുമോ, ഒന്ന് ചിരിക്കുമ്പോ ഉമ്മാന്റെ ചിരി കണ്ടിട്ട് ഞാൻ സ്വർഗത്തിലേക്ക് പറന്നു പോകട്ടെ. 7 മാസം പ്രായമുള്ള പൊന്നുപോര് പറയുമ്പോ മാസത്തെ ബീവി പിന്നെയും നിന്ന് കരയുകയാ. പൊന്നുപോലുള്ള സ്നേഹത്തിന്റെ പേരിൽ കരയുകയാ. ആ സമയത്ത് അവിടെ നിന്ന് പറയുന്ന ഉമ്മ
ദുനിയാവിലെ തീ സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയുമ്മ. പക്ഷേ പടച്ചവന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ, അത് താങ്ങാനുള്ള കഴിവ് നമുക്കില്ല ഉമ്മ. ഈ തിളച്ചുമറിയുന്ന എണ്ണയുടെ താഴെയാ സ്വർഗമിരിക്കുന്നത്. പറയേണ്ട താമസമുണ്ടല്ലോ. കണ്ണുനീര് തുടച്ചു കളഞ്ഞിട്ട് ഓടി വന്ന് പൊന്നുപേര് കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് 7 മാസം പ്രായമുള്ള പൊന്നാര മകനെയും യാത്രയാകുകയാ. 3 മക്കളും മരിച്ചു. മാസത്തെ ബീവി ഇങ്ങനെ നിൽക്കുമ്പോ സാക്ഷാൽ ഫിർഔൻ ഇറങ്ങി വരികയാണ്. ഫിർഔൻ ഇറങ്ങി വരികയാ. എന്നിട്ട് തന്റെ വീട്ടിലെ വേലക്കാരിയായ പെണ്ണിനോട് പറഞ്ഞു, മാസിത്ത തോറ്റുപോയി മാസിത്ത, നിന്റെ ഈമാനിന്റെ മുന്നില്, നിന്റെ വിശ്വാസത്തിന്റെ മുന്നില്, നിന്റെ വിശ്വാസത്തിന്റെ മുന്നില് തോറ്റുപോയി മാസിത്ത. ഇതാരാ പറഞ്ഞത്? ഇതാരാ പറഞ്ഞത്? അതറപ്പുക്കുമില്ല, ഞാനാണടോ റബ്ബെന്ന് പറഞ്ഞ, ഈ ലോകത്തിന്റെ അധിപൻ ഞാനാണെന്ന് പറഞ്ഞ ഫിർഔൻ തന്റെ കൊട്ടാരത്തിലെ ഒരു വേലക്കാരി പെണ്ണിന്റെ ഈമാനിന്റെ മുന്നിൽ തോറ്റുപോകുന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, അതേ രക്തമാണ് നിന്റെ ശരീരത്തിലൂടെ ഓടുന്നത്, അതേ രക്തമാണ് നിന്റെ നരമ്പിലൂടെ ഓടുന്നത്. ഏതെങ്കിലും ഒരു വൃത്തികെട്ടവനെന്ന് വിളിക്കുമ്പോ അള്ളാനെ മറക്കാൻ എങ്ങനെ കഴിയുന്ന മോള്? 5 നേരം നിസ്കരിച്ചവളല്ലേ, ജീവിതത്തിലൊരിക്കലും ഖുർആൻ ഓതിയവളല്ലേ, മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാ എന്ന് വിളിച്ചവളല്ലേ, എങ്ങനെ കഴിയുന്നടി, എങ്ങനെ കഴിയുന്ന പെങ്ങള്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാവോര്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാവോര്, ഒരിക്കൽ അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവനാണെന്നുള്ള ഓർമ്മ എനിക്കും നിങ്ങൾക്കും വേണ്ടതാ ചെറുപ്പക്കാരാ. അങ്ങനെയാകണം പെങ്ങള്. മാഷിത്ത ബീവിയോട് ഫിർഔന് ചോദിച്ചു, മാഷിത്ത, എനിക്ക് നിന്നെ വല്ലാത്ത സ്നേഹമായിരുന്നു, എന്തായാലും നിന്നെ കൊല്ലാൻ പോവുകയാ, നീ തിരിച്ചു വരില്ലെന്ന് എനിക്കറിയാ, അതുകൊണ്ട് വല്ല അഭിലാഷവുമുണ്ടോ, വല്ല ആഗ്രഹവുമുണ്ടോ? ജിബ്രീൽ പറയുന്ന, യാ റസൂലല്ലാഹ്, ആ സമയത്ത് മാഷിത്ത ബീവി പറഞ്ഞു, എനിക്കൊരേ ഒരാഗ്രഹമുണ്ട്, എനിക്കൊരേ ഒരാഗ്രഹമുണ്ട്. എന്റെ ആഗ്രഹമെന്നറിയുമോ? എന്നെ നിങ്ങൾ കൊന്നിട്ട് കുടിച്ചിടുമ്പോ, എന്നെ കുടിച്ചിടുന്ന അരേ കുഴിക്കകത്ത് ഈ കിടക്കുന്ന 3 മക്കളെയും എന്റെ കൂടെ തന്നെയൊന്ന് കബറടക്കണേ. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുന്ന, യാ റസൂലല്ലാഹ്, ആ ഉമ്മയുടെയും മക്കളുടെയും ഖബറാ നബിയേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, പരിശുദ്ധമായ ദീനിനെ നാണം കെടുത്തല്ലേ. അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് പടച്ചിറപ്പിനെ പുറങ്കാലുകൊണ്ട് തട്ടികെട്ട് കറങ്ങിപ്പോകല്ലേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നമ്മളൊക്കെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, 5 നേരം നിസ്കരിക്കുന്നവരാ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരാ, നമ്മളൊക്കെ അല്ലാഹുവിനെ കുറിച്ച് ജീവിക്കുന്നവരാ, പടച്ചിറപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നവരാ. അതുകൊണ്ട്